നമസ്കാരം. ഞങ്ങളിന്ന് നിൽക്കുന്നത് ശ്രീ പ്രേം നസീർ സാറിൻ്റെ ബന്ധുവായ നസീർ സാറിൻ്റെ, അതൊരു മറ്റൊരു നസീറാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം പ്രേം നസീറിൻ്റെ ശേഷകാരനായിട്ട് വരും, സഹോദരിയുടെ മകനായിട്ട് വരും. അദ്ദേഹത്തെയാണ് ഞങ്ങളിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമസ്തേ സാർ. നമസ്കാരം സാറ്. സാറിൻ്റെ പേര് നസീർ എന്നാണ്. ഇപ്പോൾ പ്രേം നസീറിൻ്റെ ആ പേരുമായിട്ട് താങ്കളുടെ പേരിന് എന്താണ് ബന്ധം? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. കാരണം ഞാൻ ജനിച്ച് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം സിനിമയിലോട്ട് പ്രവേശിക്കുന്നത്, സിനിമാ രംഗത്തോട്ട് വരുന്നത്. ഞാൻ 1950 ജനിച്ച്. അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് 51-ലോ 52-ലോ ആണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഈ പേര് വീണ് കഴിഞ്ഞു. മാതാപിതാക്കൾ ഇട്ട പേരാണ്, അല്ലാതെ നസീറിനോടുള്ള ആരാധന ഒന്നുമല്ല. ശരി. അപ്പോൾ സാറിനോട് ചോദിക്കാനുള്ളത്, പ്രേം നസീർ സാറിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത്. ഇപ്പം തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെയുള്ള അറിവുകൾ നമുക്ക് പുതുതായിട്ട് കിട്ടണം, അത് നന്നായിരിക്കുന്നു, അപ്പോൾ അങ്ങനെയുള്ള അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ സാറ് പ്രേം നസീർ സാറിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അതെ. ആ നിലയ്ക്ക് സാറിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പം സാറിൻ്റെ അനുഭവത്തിൽ പ്രേം നസീർ സാറുമായിട്ടുള്ള സാറിപ്പം ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു? അത് കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിനെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വരും, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോകും, കുടുംബവിശേഷങ്ങളിലെല്ലാം സജീവമായിട്ട് പങ്കെടുക്കും. അതൊക്കെ അദ്ദേഹം സിനിമയിൽ കയറി വരുന്ന ആ കാലഘട്ടത്തിലാണ്. അത് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമുക്ക് എത്താൻ പറ്റുന്നതിനേക്കാളും ഉയരത്തിലായി. അത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പോലും ഇതേ അനുഭവം തന്നെയാണ്. കാണാൻ പറ്റില്ല. പക്ഷേ അപൂർവമായിട്ട് വളരെ ഓർക്കാപ്പുറത്ത് അദ്ദേഹം നമ്മളെ വീട്ടിൽ വരും. അങ്ങനെ വീട്ടിൽ നിന്ന് കുറേ നേരം സംസാരിച്ചാൽ തന്നെയും അദ്ദേഹം കൂടുതലും സംസാരിക്കുന്ന പരിസരവാസികളുടെ സുഖവിവരങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. പിന്നെ അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെയും ഒരുപാട് ആൾ കൂടും. അങ്ങനെയൊക്കെ ഒരു നല്ല അനുഭവങ്ങളാണ്. പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ വിശേഷങ്ങൾക്കും അദ്ദേഹം സാന്നിധ്യം അപ്പോഴില്ലെങ്കിലും പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. സാറ് ശരിക്കും പ്രൊഫഷണലി എന്തായിരുന്നു? ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു, റിട്ടയർ ചെയ്തു. പിന്നെ ഗൾഫിൽ ഒരു 15 കൊല്ലം ഇവിടെ നിന്ന് അവധിയെടുത്ത് പോയി അവിടെ ജോലി ചെയ്തു. അവിടെ ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഇവിടുത്തെ അതേപോലെ തന്നെയായിരുന്നു. സാറിൻ്റെ മക്കളൊക്കെ? എനിക്ക് 2 മക്കളാണ്. ഒരാൾ അയർലൻഡിലാണ്, ഒരാൾ കോഴിക്കോട്, IT ബേസ്ഡ് കോഴിക്കോട് ഒരു കമ്പനിയിൽ. മൂത്ത ആൾ അയർലൻഡിൽ ഒരു ഫുഡ് പ്രോസസ്സിങ് കമ്പനിയിൽ ഫുഡ് പ്രോഡക്ട്സ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. സാറിൻ്റെ വൈഫ് ഹൗസ് വൈഫാണ്. അതിപ്പോൾ ഇറങ്ങിപ്പോയത്. അപ്പം മറ്റൊന്ന് നമുക്ക് അറിയേണ്ടത്, നമ്മുടെ പ്രേം നസീർ സാറിൻ്റെ വീട് അദ്ദേഹം വെച്ച വീടാണ്. അപ്പോൾ അദ്ദേഹം ശരിക്കും ജനിച്ചത് കഠിനംകുളത്താണെന്നാണ് പറയുന്നത്. കഠിനംകുളത്ത് തോണിക്കടവ് അല്ല, ആക്കോട്ട കുടുംബം ചിറയൻകീഴുള്ളതാണ്. കഠിനംകുളത്താണ് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ വീട്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. പിതാവിൻ്റെ വീട് ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിനടുത്തുള്ള ആക്കോട്ട് തറവാട്. അതാണ് ശരിക്കും. അതാണ്. ആക്കോട്ട് തറവാട് എന്ന് പറഞ്ഞാൽ അവിടെ നായേഴ്സ് ഉണ്ട്, ഈഴവാസുണ്ട്, എല്ലാവരും ഉണ്ട്. അത് ആക്കോട്ട് തറവാട്, അതിൻ്റെ ഒരു ചരിത്രം പറയാം. അത് ഈ പ്രേം നസീറിൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹം അവരിവിടെ വഞ്ചൂർ, ട്രിവാൻഡ്രത്ത് വഞ്ചൂർ, ഇപ്പോൾ കോടതി കളക്ടറേറ്റ് കിടക്കുന്ന ആ ഭാഗത്തായിരുന്നു അവരുടെ തറവാട്. അപ്പോൾ അത് ഇതിനു വേണ്ടി അക്വയർ ചെയ്തപ്പോൾ അത് പൊന്നും വിലക്കെടുത്ത്. അപ്പോൾ ആ കിട്ടിയ പൈസയും കൊണ്ട് അവർ പല ഭാഗങ്ങളായിട്ട് തിരിഞ്ഞ്, കുറേ പേര് കഴക്കൂട്ടത്ത്, കുറേ പേര് മംഗലാപുരത്ത്, കുറേ പേര് ചിറയൻകീഴ് വന്നു. അതിലൊരാൾ ചിറയൻകീഴ് വന്ന ആൾ, ചിറയൻകീഴുള്ള ആക്കോട് നായർ തറവാട് വലിയൊരു തറവാടാണ്, പ്രസിദ്ധമായ തറവാടാണ്, ശാർക്കര ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു തറവാടാണ്. അപ്പോൾ ആ തറവാടിൽ നിന്ന് കുറച്ച് പുരയിടം വാങ്ങി, അവിടെ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് അത് എന്നിട്ട് താമസം. എന്നിട്ട് വീട്ടുപേരൊന്നും മാറ്റിയില്ല, ആക്കോട് വീടെന്ന് തന്നെ ഇപ്പോഴും തൊട്ട് അയൽ വീട് ആക്കോടുണ്ട്, നായർ തറവാടുണ്ട്. അവിടെ ഇപ്പോൾ എൻ്റെ അനുജൻ്റെ ഭാര്യയാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഇളയ അമ്മാവൻ, അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ വിറ്റ് പോയി. പിന്നെ അത് ഷെയർ ചെയ്ത് വന്നപ്പോൾ അത് കുറേ ഇതൊക്കെ പോയി, അങ്ങനെയൊക്കെ വിറ്റൊക്കെ പോയി. ഇപ്പോൾ എൻ്റെ അനുജൻ്റെ ഭാര്യയും മോളും അവിടെ ഉണ്ട്.
അപ്പൊ നമുക്ക് ഈ നസീർ സാറിന്റെ ഈ ഇപ്പം ഇവിടെ ഇദ്ദേഹം വെച്ച വീടുണ്ടല്ലോ, ഇതിപ്പം പൂട്ടിക്കിടക്കുകയാണല്ലോ. ഇപ്പോൾ പൂട്ടിക്കിടക്കുക. അപ്പൊ ഇത് കുറെ കാലം മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. കാര്യം ഇത് പൂട്ടിക്കിടന്ന് നശിച്ചു പോകുന്നു. ഞാനും വന്ന് കണ്ടിരുന്നു, ഞാൻ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നശിച്ചു പോകുന്നു എന്ന് വെച്ചാൽ എറിയ അടുത്തൊക്കെ നശിച്ചു പോകുന്നു. ഒന്നുകിൽ ഇത് അദ്ദേഹത്തിന്റെ സ്മാരകമാക്കണം. കുടുംബം തന്നെ അതൊരു സ്മാരകമാക്കിയാൽ അത് ഈ സിനിമാ പ്രവർത്തകർക്ക് വളരെ ഒരു അസറ്റായിരിക്കും. അതിനകത്ത് അദ്ദേഹത്തെ കുറിച്ചുള്ള കുറെ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ അത് ചെയ്യാതെ ഇങ്ങനെ പക്ഷേ അതൊക്കെ നമുക്ക് സ്വപ്നം കാണാം എന്നുള്ളതല്ലാതെ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് പോലെ പ്രചരിപ്പിക്കുന്നത് പോലെ അത് ഫലപ്രദമായി എത്തൂല, അത് സംശയമില്ല. കാരണം എത്രയോ വലിയ വലിയ ആൾക്കാരുടെ അല്ലെങ്കിൽ സ്മാരകമാക്കേണ്ട കെട്ടിടങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുത്തിട്ട് അവഗണന കൊണ്ട് അത് നശിച്ച്, ഇപ്പം നമുക്ക് ആറ്റിങ്ങിലൊരു കൊട്ടാരമുണ്ട്, അതിൻ്റെ കഴുക്കോല് ഉത്തരം എല്ലാം ദ്രവിച്ച് പൊളിഞ്ഞ് വീഴാറായി പത്രവാർത്ത വന്ന് എന്നിട്ട് സർക്കാരോ സാംസ്കാരിക വകുപ്പോ അനങ്ങുന്നില്ല. അപ്പോൾ അതേ അനുഭവം ഇതിനും ഉണ്ടാവും. അപ്പോൾ ഈ പ്രേംനസീറിൻ്റെ ഈ വീടെന്ന് പറഞ്ഞാൽ ലീലാക്കോട്ടെ, എൻ്റെ കുട്ടിക്കാലത്താണ് അത് വയ്ക്കുന്നത് തന്നെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു 55 മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് തന്നെ ഇത് ആദ്യം അദ്ദേഹം മദ്രാസിലായിരുന്നു താമസം. മക്കളൊക്കെ പല സ്ഥലങ്ങളിലായി, തിരുവനന്തപുരത്തും മദ്രാസിൽ കോഴിക്കോട്ടും ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഇതിവിടെ അടഞ്ഞു കിടന്നപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയുടെ ഭർത്താവും മക്കളും ഒക്കെ ഇവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹം മരിച്ചതിന് ശേഷം പിന്നെ അവരെല്ലാം അതിന് മുമ്പ് തന്നെ സെപ്പറേറ്റ് ചെയ്ത് പല വഴിക്കായി. അപ്പോൾ മരിച്ചതിന് ശേഷം ഇത് അടഞ്ഞു കിടന്നു. അപ്പോൾ ഒരു പാർട്ടി ഒരു സ്കൂൾ തുടങ്ങാനായിട്ട്, പ്രൈവറ്റ് സ്കൂൾ തുടങ്ങാൻ, ഒരുപാട് റൂംസ് ഉണ്ട്, പിന്നെ ഔട്ട് ഹൗസുകളുണ്ട്, സർവൻസ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അങ്ങനെ പുറകിലൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നല്ല സ്കൂൾ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്, കാമ്പൗണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്കൂൾ നടത്താനായിട്ട് ചോദിച്ചപ്പോൾ കിടന്ന് നശിക്കേണ്ട എന്ന് പറഞ്ഞ് സ്കൂളിന് വേണ്ടി വാടകയ്ക്ക് കൊടുത്തവർ. വാടക തുച്ഛമായ വാടകയ്ക്ക് വേണ്ടിയല്ല, പ്രതിഫലത്തിന് വേണ്ടിയല്ല, അത് നശിക്കാതെ കിടക്കണം. പക്ഷേ സ്കൂളിൽ വന്ന് കുട്ടികളും എല്ലാവരും കയറി ഇറങ്ങി അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് അങ്ങ് നശിപ്പിച്ച് കുട്ടികളെല്ലാവരും കയറി ഇറങ്ങുമ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് ശരിയല്ലാത്തതുകൊണ്ട് അതിന് ഉത്തരവാദിത്വമായിട്ട് കഴിഞ്ഞു. അങ്ങനെ നശിച്ച് പിന്നെ അവർ സ്കൂൾ അവരെ ഒഴിപ്പിച്ചിട്ട് പിന്നെ അങ്ങ് അടഞ്ഞിടന്ന് നോക്കാതെ വന്ന് ആരും ഇല്ലാതെ വന്ന് അത് പിന്നെ അങ്ങ് ജീർണാവസ്ഥയിലായി. പിന്നെ അത് ശരിയായി അവർ ഒഴിപ്പിച്ച ശേഷം പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് അതിനിടയ്ക്ക് ആൾക്കാർ പല പ്രചരണങ്ങളങ്ങ് തുടങ്ങി. ഇത് കൊടുക്കാൻ പോകുന്നു, പിന്നെ അല്ലെങ്കിൽ ഇവിടെ അത് അടച്ചിട്ട് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വിമർശനവും പലർക്കും വിഷമവും ഉണ്ടായി, ഇത് കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് പ്രേംനസീറിൻ്റെ ഇളയ മോൾ റീത്താക്കാണ് കൊടുത്തത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്തതാണ്. എന്നിട്ട് റീത്താക്ക് ഒരു മോള് മദ്രാസിൽ അല്ല അമേരിക്കയിലാണ് താമസിക്കുന്നത്, അവളുടെ മോൾക്ക് കൊടുത്തു. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വേറെ ദൂരെയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം നല്ലതുപോലെ ലക്ഷങ്ങൾ മുടക്കി നല്ലതുപോലെ കണ്ടീഷനാക്കി പഴയതിനേക്കാളും ഗംഭീരമാക്കിയിട്ടിരിക്കുകയാണ്. അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നൊരു ഹോളിഡേ ഹൗസ്, അതായത് വെക്കേഷൻ സ്റ്റേക്ക് വേണ്ടി ഇങ്ങനെ വരും, താമസിക്കാം, അങ്ങനെയുള്ള ഐഡിയയിലാണ്. പിന്നെ അവർ ഇത് റെനോവേഷന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഞങ്ങളൊരു ഗെറ്റ് ടുഗദറൊക്കെ അവിടെ നടത്തിയിരുന്നു, എല്ലാ അംഗങ്ങളും. അപ്പോൾ അതിൽ തന്നെ പലരും മരിച്ചുപോയി, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഒരു 3-4 കൊല്ലം മുമ്പ് നടന്നിരുന്നു. ഈ റീത്ത മേഡം ഒക്കെ എപ്പോഴുണ്ട്? ഉണ്ട്, അവർ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ട്രിവാൻഡ്രത്ത് ആദർശത്തിനടുത്ത് ആദർശ നഗർ അവിടെയാണ് താമസിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളില് ഇപ്പൊ ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്? സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഇവിടെ തന്നെയുണ്ട്, ചിറയൻകീഴ് തന്നെയുണ്ട്, പുളിമൂട് ജംഗ്ഷനടുത്ത്. ലത്തീഫ് എന്ന് പറയുന്ന ആളിന്റെ ഭാര്യ. ലത്തീഫ് എന്ന് പറയുന്ന ആള് പ്രേംനസീറിന്റെ ഭാര്യ സഹോദരനും കൂടെയാണ് കേട്ടോ. പിന്നെ പ്രേംനസീറിന്റെ സഹോദരി അദ്ദേഹം കല്യാണവും കഴിച്ചത്. അത് ഈ വീട്ടിൽ തന്നെയാണ് കല്യാണത്തിന്റെ ചടങ്ങോ എല്ലാം നടന്നത്. ഷാനവാസിൻ്റെ എല്ലാ കല്യാണവും മദ്രാസിൽ താമസിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സും ചിന്തയും മുഴുവൻ ഇവിടെ ആയിരുന്നു. ചിറയൻകീഴ് ഏത് ഫംഗ്ഷനും ചിറയൻകീഴിനെ ബേസ് ചെയ്ത് നടക്കൂ, അങ്ങനെയായിരുന്നു പുള്ളിയുടെ ഒരു ചിട്ട അതായിരുന്നു. അപ്പോൾ ഭയങ്കര ഉത്സവം, എല്ലാ ദിവസവും ഉത്സവം തന്നെയായിരുന്നു. അദ്ദേഹം ഇല്ലെങ്കിൽ പോലും സ്ഥലത്തില്ലാത്ത സമയത്താണെങ്കിലും ഈ വീട്ടിൽ ഒരുപാട് ആൾക്കാർ ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും പരിചയക്കാരായിട്ടും പിന്നെ ഈ പണപ്പിരിവിന് വരുന്നവരും എല്ലാം അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നും പോയിരുന്ന ഒരു ഇതാണ്. ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇപ്പം നല്ല വൃത്തിയായി കിടക്കുകയാണ്. അപ്പോൾ ഈ അദ്ദേഹമാണല്ലോ ഈ ലത്തീഫ് അവർക്ക് പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ മതിയാക്കി. കാരണം അവരും മക്കളൊക്കെ വളർന്ന് അവരൊക്കെ ജോലിയും
കാര്യങ്ങളൊക്കെ ഒരു മോള് എറണാകുളത്താണ് താമസിക്കുന്നത്, ഒരു ബിസിനസ് തന്നെയാണ് കല്യാണം കഴിച്ചത്. പിന്നെ ഒരു മോൻ ഡോക്ടറാണ്, പുള്ളി ഇവിടെ വലിയകുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓർത്തോ സ്പെഷ്യലിസ്റ്റാണ്. അതാരാണ്? അത് സുനിൽ ലത്തീഫ്. ചിറയൻകീഴായിരുന്നു. പിന്നെ ശാസ്താംകോട്ട ആയി അവിടെ നിന്ന് പിന്നെ ഇവിടെ വന്നു.